ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ചെമ്മീൻ വെച്ചുള്ള ഒരു ചട്നിയാണ് കേട്ടോ. നോർത്ത് സ്റ്റൈലിൽ ചെമ്മീൻ വെച്ചാണ് എങ്ങനെയാണ് ചട്നി ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന പൊടി ചെമ്മീനാണ് കേട്ടോ. ചെറിയ കൊഞ്ചില്ല, അതാണ് എടുത്തിരിക്കുന്നത്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു 2 സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പില, പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം 1-2 ടൊമാറ്റോ അല്ലെങ്കിൽ വലിയൊരു തക്കാളി അരിഞ്ഞെടുക്കാൻ ചെറുതായിട്ട്. ഈ ടൈപ്പ് കൊഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അത് ഞാൻ 2-3 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു. അതിനുശേഷം അത് ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇതുപോലെ വെച്ചിട്ട് അത് ഞാൻ നല്ലതുപോലെ പിഴിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പൊടി അഴുക്കൊക്കെ പോകാൻ വേണ്ടിയാണ്. അതിനുശേഷം നമുക്കൊരു പാൻ വയ്ക്കാം. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതിനുശേഷം എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമുക്കതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന സവാളയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഇല്ലേ, അതെല്ലാം അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. സിമ്പിളാണ് കേട്ടോ, നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാം. ചോറിനും മറ്റ് കറിയുടെ ഒന്നും ആവശ്യമില്ല ഇതുണ്ടെന്നുണ്ടെങ്കിൽ. നമുക്കറിയാമല്ലോ കൊഞ്ചിൻ്റെ ടേസ്റ്റ് എത്താമെന്ന്. മറ്റ് കറിയുടെ ഒന്നും ആവശ്യമില്ല ഈ ചട്നി ഉണ്ടെന്നുണ്ടെങ്കിൽ. നല്ലതുപോലെ ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. വലിയ കൊഞ്ചും ഇതേ സെയിം ടൈപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പൊടി കൊഞ്ചാവുമ്പം കുറച്ചുകൂടി എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി. അതിനുശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാമേ. അതിനുശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് പെട്ടെന്നൊരു തട്ടിക്കൂട്ട് കറി എന്ന് പറയുമ്പം ഇതുണ്ടാക്കാം കേട്ടോ. എളുപ്പമാണ്, നമുക്ക് കൊഞ്ചുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം റെഡിയാക്കി എടുക്കാം. അതിനുശേഷം അത് കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. തക്കാളി ഒന്ന് വെന്ത് വരാൻ വേണ്ടിയാണ്. അതിനുശേഷം നമ്മൾ കഴുകി പിഴിഞ്ഞ് വെച്ചിരുന്ന കൊഞ്ചില്ല, അതും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ചട്നി ഉണ്ടാക്കാൻ ഈ ചെറിയ ചെമ്മീനാണ് ഏറ്റവും നല്ലത് കേട്ടോ, വലുതിനേക്കാളിൽ. എന്നിട്ട് നമുക്കിത് കുറച്ച് നേരം അടച്ച് വെക്കാമേ. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് പെട്ടെന്നാവും. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെയും നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. അതിൻ്റെ ഫ്ലേവറെല്ലാം ഒന്ന് ഇറങ്ങാൻ വേണ്ടി. നമ്മുടെ ചെമ്മീൻ നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അല്പം മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർ ഇടേണ്ട ആവശ്യമില്ല, ഓപ്ഷണലാണ്. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ നിന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ചട്നി. സിമ്പിളാണ്, ടേസ്റ്റിയാണ്. ചോറൊക്കെ കഴിക്കാൻ മറ്റ് കറിയുടെ ഒന്നും ആവശ്യമില്ല ഇതുണ്ടെന്നുണ്ടെങ്കിൽ. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെ ഈ റൊട്ടിയുടെ കൂടെയൊക്കെ കഴിക്കാൻ ബെസ്റ്റ് സാധനമാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.